ഒരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നൊരു വീടാണ് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത്. 4.5 സെൻറ്റ് ലാൻഡിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നല്ല അടിപൊളിയായിട്ടുള്ള 2 നില വീടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ബൈപ്പാസ് വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി നമുക്ക് കോർപ്പറേഷൻ ലിമിറ്റിൽ പൂഴിക്കുന്ന് ജംഗ്ഷനിലാണ് നമുക്ക് വീട് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു എക്സ്റ്റീരിയർ വർക്ക് തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. അതിനായിട്ട് തന്നെ നല്ല കളർ കോമ്പിനേഷൻ വരുന്ന പെയിൻറ്റും കാര്യങ്ങളും തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 8 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 11 കിലോമീറ്റർ ഡിസ്റ്റൻസ് അളവിൽ മാത്രമാണ് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വീടിൻ്റെ കുറച്ചുകൂടെ ഒരു അട്രാക്ഷനായിട്ട് വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ടുള്ള സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീട് ഡെക്കറേഷൻ നൽകിയിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് പണിതിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണെ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. ഇപ്പോൾ 4.5 സെൻറ്റിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വരുന്ന നല്ല മനോഹരമായ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോടൊക്കെ നമുക്ക് കിടക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ടേജ്. നമുക്കൊരു 3 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജിൽ വന്നിട്ടുണ്ട്. ഫുള്ളി നമുക്ക് ഇൻ്റർലോക്ക്ഡ് ആണ്. ഫ്രണ്ടേജ് നല്ല അത്യാവശ്യം നല്ല വലിയൊരു ഏരിയ തന്നെയാണ് ഈ വീടിന് ചെയ്തിട്ടുള്ളത്. നേരെ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ട്. 10x6 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. നല്ല മനോഹരമായ ടൈൽസും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റും സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും സിറ്റിംഗ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ മുഴുവനും പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടൊരു വർക്കും കാര്യങ്ങൾ തന്നെയാണ് ഡോറിൽ നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലീവിങ് ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 20x14 ലീവിങ് ഏരിയ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ലീവിങ് ഏരിയ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് TV യൂണിറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു ഏരിയ തന്നെയാണ് ലീവിങ് ഏരിയയ്ക്കായിട്ട് നൽകിയിട്ടുള്ളത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 20x14 ലീവിങ് ഏരിയയുടെ ഡയമെൻഷൻ. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 12x10 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഡൈനിങ് ഏരിയയ്ക്ക് വരുന്ന വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് വാഷ് കൗണ്ടറായിട്ട് ഇവിടെ നൽകിയിട്ടുള്ളത്. ചെറിയൊരു ഓപ്പണിങ്ങും നമുക്ക് കിച്ചണിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ വ്യത്യസ്തമായിട്ടൊരു സംഭവമാണ് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സെർവൻറ്റ് ബാത്റൂം ചെയ്തിട്ടുണ്ട്. 6K നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് വെച്ച് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. അടുത്ത് നമുക്കിനി ലീവിങ്ങും അതുപോലെ തന്നെ ഡൈനിങ്ങിനോട് ചേർന്ന് നടക്കുന്ന കിച്ചണിലോട്ട് നമുക്ക് പോകാം. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ കിച്ചൺ. നല്ല മനോഹരമായ ഒരു വുഡൻ വർക്ക് ഫിനിഷ് വരുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ള കിച്ചൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 10x10 കിച്ചണിൻ്റെ ഡയമെൻഷൻ. ലിവിങ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും വന്നിരിക്കുന്ന ടൈൽസ് തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ക്യാബിനറ്റ്സ് മുഴുവനും തടിയിലാണ് പണിതിട്ടുള്ളത്. നല്ല മനോഹരമായൊരു ഫിനിഷ് നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചണിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് 3 BHK ആണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂം ചെയ്തിട്ടുള്ളത്. നല്ല വാൾ റൂഫ്സും നൽകിയിട്ടുണ്ട്.
തടിയിലാണ് ഈ ഒരു വാൾഡ്രോബ്സ് പണിതിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ടൈൽസും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ ഈ ഒരു വാൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല വുഡൻ വർക്കിന് ഫിനിഷും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ ഒട്ടുമിക്ക വർക്കുകളും തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് ഉൾപ്പെടെ നമുക്ക് തടിയിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം, ഒരു ലിവിങ് ഏരിയ, ഒരു ബാൽക്കണിയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. 18x14 ലിവിങ് ഏരിയ ഡൈമെൻഷൻ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് മുകളിലത്തെ ലിവിങ് ഏരിയ എല്ലാം വന്നിട്ടുള്ളത്. ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ലിവിങ് ഏരിയ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുമുണ്ട്. ഞാൻ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. ഈ റൂമിൽ നമുക്ക് ഒരു വാൾഡ്രോബ്സ് ചെയ്തിട്ടുണ്ട്. തടിയിൽ തന്നെയാണ് വാൾഡ്രോബ്സ് ഫിനിഷ് ആക്കിയിട്ടുള്ളത്. 12x10 റൂമിൻ്റെ ഡൈമെൻഷൻ. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ഈ കാണുന്നതാണ് റൂമിൻ്റെ ബാത്റൂം. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് വെച്ച് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x10 റൂമിൻ്റെ ഡൈമെൻഷൻ. വീടിന് മുഴുവനും ഒരേപോലത്തെ ഒരു ടൈലിൻ്റെ ഡിസൈനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിലും നമുക്ക് വാൾഡ്രോബ്സ് ചെയ്തിട്ടുണ്ട്. തടിയിൽ തന്നെയാണ് പണിതിട്ടുള്ളത്. ഇതിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീട്ടിൽ എല്ലാ വർക്കും നമുക്ക് വുഡൻ വർക്കിലാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ക്വാളിറ്റി പ്രോഡക്ട്സ് ആയ ബാത്റൂം ഫിറ്റിങ്സ് തന്നെയാണ് ഈ ഒരു റൂമിൽ ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു വാൾ ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇത് ചെയ്ത് ബാത്റൂം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് മൂവ് ചെയ്യാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. 12x6 ബാൽക്കണിയുടെ ഡയമെൻഷൻ. നല്ല സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ബാൽക്കണിയുടെ ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയുടെ കൈവരി മുഴുവനും കോൺക്രീറ്റ് ചെയ്ത് അതിൽ ടൈൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ വീടിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 67 ലക്ഷമാണ്. അത് തികച്ച് നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.